ഹായ് ഹലോ ഇറ്റ്സ് മീ കാവ്യ. മാസ്റ്റർ ശ്രീ ആദിശ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, നമുക്കൊരു വ്യക്തിയോട് ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ഒരു ചെറിയ ക്രഷ് തോന്നി. ആ ഒരു വ്യക്തിയെ നമുക്ക് പരിചയമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വ്യക്തിയെ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കൊരു വ്യക്തിയെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ചെറിയായിട്ട് ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ആ ഒരു വ്യക്തിയായിട്ട് നമുക്ക് ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആളുടെ പെരുമാറ്റത്തിലൊക്കെ നമുക്ക് ഉറപ്പായി നമ്മളോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിച്ച് ആ ഒരു വ്യക്തിയെ നമ്മൾ പ്രപ്പോസ് ചെയ്യാൻ പോയി. പ്രപ്പോസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുക ആ ഒരു വ്യക്തി നമ്മളോട് യെസ് പറയും, ഒരിക്കലും റിജക്റ്റ് ചെയ്യാനൊന്നും ചാൻസ് ഇല്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷെ ആ ഒരു വ്യക്തി നമ്മളെ കണ്ടപ്പോൾ നോ പറഞ്ഞു, എനിക്ക് നിങ്ങളോട്ട് താല്പര്യമില്ല, അല്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, ഞാൻ നിങ്ങളൊരു ബ്രദറിനെ പോലെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു സിസ്റ്ററിനെ പോലെയാണ് കാണുന്നത്, ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയാം. ഇതൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല. കാരണം നമുക്ക് ആ ഒരു വ്യക്തി അത്രത്തോളം ഇഷ്ടമായിരിക്കും. ആ ഒരു ഇഷ്ടത്തിന് പുറത്ത് നമ്മൾ പോയിട്ട് പ്രപ്പോസ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു റിജക്ഷൻ എന്നുള്ളൊരു മറുപടി നമ്മൾ ആഗ്രഹിക്കില്ല. ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു വിഷമവും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് ഒരു ദേഷ്യം, ഒരു വെറുപ്പും അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അവർക്കിട്ടൊരു പണി കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ആ ഒരു മൈൻഡ് ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ? അതൊക്കെ അവരുടെ ചോയ്സാണ്. അതായത് അവർക്ക് ചിലപ്പോൾ നമ്മളോട് ഒരു ലൈഫ് മുന്നോട്ടുണ്ടായിരിക്കും, അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല, ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ നമ്മുടെ കൂടാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ നോ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അത് അവരുടെ ചോയ്സാണ്, അവരുടെ ഫ്രീഡം ആണ്. അവരതിൽ ചിലപ്പോൾ ഇന്ന് നോ പറഞ്ഞാലുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ യെസ്സും പറയാം. ഇന്ന് നമ്മളെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടില്ല എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നീട് അവർ യെസ്സും പറയാം. അതേപോലെ തന്നെ അവർ നോ പറഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറവുണ്ട്, ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണല്ലോ അവൾ എന്നോട് നോ പറഞ്ഞത്, ഞാൻ അങ്ങനത്തെ ഒരു ആളായിരുന്നുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ യെസ് പറയുമായിരുന്നു, അതിപ്പോൾ നമ്മുടെ കുറവ് കൊണ്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും കരുതാൻ പാടില്ല. നമ്മുടെ കുറവുകളും കൊണ്ടാണ് ആ ഒരു വ്യക്തി നമ്മളായിട്ട് നോ പറഞ്ഞത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മളൊരു വ്യക്തിയെ കണ്ടു, പെട്ടെന്ന് നമ്മൾ ചെന്ന് പ്രപ്പോസ് ചെയ്തു, അത്ര സമയത്തിനുള്ളിൽ പറയണം, വേഗം മറുപടി പറയണം, അങ്ങനെയൊന്നും അല്ലാതെ ആ ഒരു വ്യക്തിക്ക് തോന്നണം നമ്മളോടൊരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മളായിട്ട് ലൈഫ് കൂടെ ഉണ്ടായിരിക്കും, ആ ഒരു വ്യക്തി നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ആ ഒരു വ്യക്തിക്ക് തോന്നിയാൽ പിന്നെ അവിടെ ഒരു പ്രപ്പോസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇഷ്ടം അവർക്ക് നമ്മളോട് തിരിച്ചും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അവരോടൊരു ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. കാരണം അവർ ചിലപ്പോൾ ഓരോ അവസ്ഥയിലൂടെ ആയിരിക്കും അവർ പോകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവരൊരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞതായിരിക്കും. അതിപ്പോൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ അവർ പിരിഞ്ഞായിരിക്കും. അതിനാണല്ലോ നമ്മൾ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആരെങ്കിലും ചതി പറ്റിയിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ചെന്ന് പ്രപ്പോസ് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അതായത് നിങ്ങൾക്ക് മുന്നേ വല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, നിങ്ങൾക്ക് ഭാവിയെ കുറിച്ചുള്ള ആളുടെ കൺസെപ്റ്റ് എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ഭാവിയെ കുറിച്ചുള്ള ആളുടെ കൺസെപ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സ്റ്റാറ്റസ് ഉള്ള ആൾ വേണോ, അല്ലെങ്കിൽ ഇന്ന ജോലിയുള്ള ആൾ വേണോ, ഒരു സാധാരണക്കാരായ പറ്റുമോ, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരോട് ചോദിക്കാനുണ്ട്. ഇതൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പ്രപ്പോസ് ചെയ്യണം. അപ്പോൾ അവർ പറയും, വേണ്ട, എനിക്ക് അത്രയ്ക്കുള്ളൊരു ആളെന്ന് വേണ്ട, എന്നെ സന്തോഷത്തോടെ നോക്കാൻ പറ്റിയ, അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ കെയർ ചെയ്യുന്ന, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, എന്നെ ഹാപ്പി ആയിട്ട് ഇരുത്താൻ പറ്റിയ അങ്ങനെ ഒരാൾ മതി എന്നവർ പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചിട്ട് നമുക്കൊരു പ്രപ്പോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് അവരോട് ചെന്നിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ യെസ് പറയണം, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാനുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടിനോട് നമ്മൾ ചെന്നിട്ട് ഒരു പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് പറ്റണമെന്നില്ല. കാരണം അവർ നമ്മൾ അത്രയും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കണ്ടത്. ആ ഒരു സമയത്ത് ചെന്ന് നമ്മൾ പ്രപ്പോസ് ചെയ്താൽ അവർക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ അതൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ തകരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ആ ഒരു വ്യക്തിക്ക് നമ്മളോട് സംസാരിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. കാരണം അവൻ എന്നെ അല്ലെങ്കിൽ അവൾ എന്നെ അങ്ങനെയാണല്ലോ കണ്ടത്, ഞാനിപ്പോൾ അങ്ങനെയല്ല, ഞാൻ അത്രയൊരു ഫ്രണ്ട് എന്നുള്ള രീതിക്ക് കണ്ടിട്ട് അവൻ എന്നെ പ്രപ്പോസ് ചെയ്തില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നീട് അവർക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഒരു ഇഷ്ടം ഉണ്ടായിരിക്കില്ല. അതല്ലാതെ നോർമലി നമ്മൾ പങ്കാളിയാക്കാൻ പോകുന്ന ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയോട് നമുക്ക് ചോദിക്കാം, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ഒരാൾ വന്നാൽ നിങ്ങൾ ഓക്കെ ആവോ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് വന്ന് പ്രപ്പോസ് ചെയ്താൽ ഓക്കെ ആവോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. അങ്ങനെ അവർക്ക് നമ്മളെ ഒരു ഇഷ്ടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് പ്രപ്പോസ് ചെയ്യണമെന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ടും അവർ നോ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അത് അവരുടെ ചോയ്സാണ്. അവർക്ക് നമ്മളായിട്ട് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊന്നും അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല.
അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ദേഷ്യം അവരോട് കാണിക്കാതെ നമുക്ക് ഇഷ്ടപ്പെടാം, നമ്മൾ ആരെയും ഒരു വ്യക്തിയെ നോ പറഞ്ഞെന്ന് വിചാരിച്ച് പിന്നീട് നമുക്ക് അവരോട് ദേഷ്യമായിരിക്കണം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് വൺ സൈഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയെ സ്നേഹിക്കാം. അതിനൊന്നും അവിടെ ആരും ഒരു നോ പറയില്ലല്ലോ. അപ്പോൾ ആ ഒരു വ്യക്തിയെ നമുക്ക് ആ ഒരു സമയം ദേഷ്യം അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഒരുപാട് വെറുപ്പ് തോന്നേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ഇന്ന് നോ പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെ അവരുടെ അടുത്ത് തന്നെ നമുക്കൊരു യെസ്സും പ്രതീക്ഷിക്കാം. അതല്ലാതെ നീ എന്നെ തന്നെ സ്നേഹിക്കണം, നീ മറ്റൊരാളായിട്ട് സ്നേഹിക്കാൻ പാടില്ല, നീ മറ്റൊരാളായിട്ട് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പാടില്ല, അങ്ങനെ നമ്മൾ തർപ്പിച്ച് നമ്മൾ ആ ഒരു വ്യക്തിയോട് ഷൗട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ നമ്മൾ പറയരുത്. നമ്മൾ നല്ല രീതിയിൽ സ്നേഹിക്കുക, നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് നമ്മൾ സ്നേഹിക്കുക, നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക. ഇതൊക്കെ നമുക്കൊരു പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു വ്യക്തിയെ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരേതെങ്കിലും ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചതി പറ്റി അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കി നമ്മൾ പ്രപ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അവരുടെ ലൈഫ് പാർട്ട്ണറിനെ കുറിച്ചിട്ടുള്ള അവർക്കുള്ള കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇങ്ങനെ ഒരാൾ വന്നാൽ നിങ്ങൾ ഓക്കെ ആവുമോ, അങ്ങനെ അവരുടെ ഇഷ്ടവും കാര്യങ്ങളും കൺസെപ്റ്റും മനസ്സിലാക്കി നമ്മൾ പ്രപ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസായി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.